ആദ്യ ദിവസങ്ങളിൽ ഓണം ബമ്പറിന്റെ വിൽപ്പന മന്ദഗതിയിലായിരുന്നെങ്കിലും ഇപ്പോൾ ഓണം ബമ്പറിന്റെ വിൽപ്പന സജീവമായി തന്നെ തുടരുകയാണ്. നമുക്കൊപ്പം പാലാരിവട്ടത്തെ ഒരു പ്രധാനപ്പെട്ട ലോട്ടറി വിൽപ്പനക്കാരൻ മലയാളം ന്യൂസിനൊപ്പം ചേരുന്നു. എങ്ങനെയാണ് ചേട്ടാ ഓണം ബമ്പറിന്റെ ഇപ്പോഴത്തെ ഒരു കച്ചവടം കുറവായിരുന്നു? ഇപ്പൊ ഏകദേശം കുഴപ്പമില്ല, നല്ലൊരു തിരക്കായി തുടങ്ങിയിട്ടുണ്ട്. മിക്കവാറും ബമ്പർ കിട്ടാണ്ട് വരുന്ന ഒരു കണ്ടീഷനിലേക്ക് പോകുമെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലെ വെച്ച് നോക്കുമ്പോൾ ഈ സമയത്തൊക്കെ ബമ്പറിന്റെ വിൽപ്പന കൂടിയിട്ടാണോ? കുറവായി, കഴിഞ്ഞ പ്രാവശ്യം വെച്ച് നോക്കുമ്പോൾ കുറവായിരുന്നു. ഈ പ്രാവശ്യം അതിലും കൂടുതലായിട്ട് പോയിക്കൊണ്ടിരിപ്പുണ്ട്. ഇനിയിപ്പോ അത്തവും കഴിഞ്ഞോണ്ടും ഇതിന് ചെലവ് കൂടാനാണ് സാധ്യത. ലാസ്റ്റ് ഇത് കിട്ടാവുന്നവരാണുള്ള ഒരു കണ്ടീഷൻ വരെ ഉണ്ട്. തികയില്ല, ആ ഒരു കണ്ടീഷനിലേക്ക് ആളുകൾ മാറിയിട്ടുണ്ട്. ബമ്പറിന് ചെലവ് കൂടുതലാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ എടുക്കാൻ വരുന്നുണ്ട്. എല്ലാവരും അവർക്ക് പല ആൾക്കാർക്ക് കൂടുതൽ ആളുകൾ പാലക്കാട് അന്വേഷിച്ചാൽ വന്നത്. ഇവിടെ എല്ലായിടത്തും ഉണ്ട്. പാലക്കാട്, വയനാട്, ഇടുക്കി, അങ്ങനെ എല്ലാ ജില്ലകളിലും ഇവിടെ ഉണ്ട്. പാലക്കാടിനാണ് ഇവിടെയും ഡിമാൻഡ് കൂടുതൽ നിൽക്കുന്നത്. കഴിഞ്ഞ തവണ പ്രധാന സമ്മാനങ്ങൾ പലതും എറണാകുളം ജില്ലയ്ക്ക് ഉണ്ടായിരുന്നല്ലോ. ഈ തവണ അതുപോലെ തന്നെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. മറ്റു ലോട്ടറികളൊക്കെ എടുക്കുന്നവരുണ്ടോ? മറ്റുള്ള ലോട്ടറി എന്ന് പറഞ്ഞാൽ അതായത് ഓണം മെമ്പർ അല്ലാത്ത സാധാരണ ഓണം മെമ്പർ എല്ലാ സാധനം 50 രൂപ ആക്കി കഴിഞ്ഞപ്പോൾ ഭയങ്കര ഡിമാണത്. ടിക്കറ്റ് പോകാൻ ബുദ്ധിമുട്ട്, ബാലൻസും വരെയാണ്. കച്ചവടം ഭയങ്കര കുറവ്. അപ്പൊ അതിനൊരു മാറ്റമില്ലെങ്കിൽ ആ 50ന്റെ കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇപ്പൊ ലോട്ടറി കാര്യക്കുള്ളത്. ഞങ്ങൾക്ക് തന്നെ ഇതിന് വാടക ഇതൊക്കെ കഴിയുമ്പോഴേക്കും ടിക്കറ്റ് ബാക്കി വന്നു. 200-150 ടിക്കറ്റ് ഡെയിലി ബാക്കി വരികയാണ്. അതിൽ അടിയുമില്ല. അപ്പൊ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ സാധനം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു കണ്ടീഷനിലേക്കാണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓണം മെമ്പറിന്റെ സമ്മാനഘടനയൊക്കെ ഈ വർഷത്തെ എങ്ങനെയുണ്ട്? സമ്മാനഘടനയിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം 25 എന്നുള്ള 30 ആക്കിയപ്പോൾ അതനുസരിച്ച് 7 ലക്ഷം ടിക്കറ്റ് കൂട്ടിയപ്പോൾ സംഗതിയൊക്കെ 50 ലക്ഷം കൊടുത്തത് 25 ലക്ഷം ആക്കി. കഴിഞ്ഞ വർഷം 50 ലക്ഷം, അത് 25ലേക്ക് വന്നു. അപ്പൊ അതില് സമ്മാനഘടനയിൽ കഴിഞ്ഞ പ്രാവശ്യം അതൊക്കെ തന്നെ അതിൽ വലിയ വ്യത്യാസം കാണുന്നില്ല, ഒരു മാറ്റം കാണുന്നില്ല അതിൽ. കാരണം കഴിഞ്ഞ പ്രാവശ്യം 50 കൊടുത്തത് 25 ആക്കിയിട്ട് 5 കോടി 25ലേക്ക് കയറ്റി, അങ്ങനെ 30 കോടിയായി. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. 30 കോടി ആകുമ്പോൾ ഈ മറ്റേ 50 കൊടുത്തത് 25 ആയി. 50 ലക്ഷം തേർഡ് പ്രൈസാ, അത് 25 ലക്ഷമായി. അപ്പൊ അത് എടുത്തിട്ട് അപ്പുറത്തേക്ക് ഇട്ടപ്പോ 30 ആയി. ഈ ടിക്കറ്റും കൂടി 1 കോടി 3 കോടി ടിക്കറ്റോളം ഇപ്പൊ ഇതിൽ കൂടിയിട്ടാണ് 30 ലക്ഷം 30 കോടിയായി വന്നേക്കണത്. അപ്പൊ അതില് വലിയ കാണുന്നില്ല. പിന്നെ GST വന്നതോടുകൂടി ഇപ്പൊ ഞങ്ങൾക്ക് അതിലാണ് 10 രൂപയും കൂടി നഷ്ടമാണ്. GST വന്നതോടുകൂടി ഇപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഒരു ബമ്പർ വിറ്റ് കഴിഞ്ഞാൽ 500 രൂപ ബമ്പർ വിറ്റ് കഴിഞ്ഞാൽ 90 കിട്ടുമായിരുന്നു. ഈ പ്രാവശ്യം എന്ന് പറഞ്ഞത് 80-85ലേക്കാണ് നിൽക്കുന്നത് ഇപ്പൊ. കാരണം GST സർക്കാർ GST പിടിക്കുന്നതിനും അതിന്റെ കൂടി നമ്മുടെ നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ കാശ്. അപ്പൊ കഴിഞ്ഞ ബമ്പറിന് 90 കിട്ടി, ഈ പ്രാവശ്യം 80 കിട്ടുള്ളൂ. 10 രൂപ കൂടി ഒരു ടിക്കറ്റുമാ നമുക്ക് നഷ്ടമാണത്. അതാണ് ഇപ്പോഴത്തെ ഈ ഓണത്തിലെ ബമ്പറിന്റെ സ്ഥിതി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.